Anywhere you go, anywhere you go, give it all. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്ന ഒരു വിഷയം വളരെയധികം കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജി ആയിരിക്കും, പരാതിപ്പെട്ടി. നമ്മൾ എപ്പോഴൊക്കെയാ പരാതി പറയും? ദൈവം യോജിപ്പിക്കണത് ഈ ഓപ്പോസിറ്റ് ആണെന്ന് പറയണത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും. വൈഫിന്റെ ഷൂസിൽ നമ്മൾ കയറി നിൽക്കണം, എന്നിട്ട് അവളുടെ ഭാഗത്തും ചിന്തിക്കണം. ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ബോസ്. ഇങ്ങനെ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം നഗരം മാത്രം മതി, വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട. ഇറ്റ്സ് ലൈക്ക് എ സൈലന്റ് കില്ലർ. നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ ഉള്ളത് ജോസ് അങ്കിളും ജോബി ചേട്ടനും അനുചേച്ചിയാണ്. ജോബി ചേട്ടൻ ഒരു കോളേജ് അധ്യാപകനാണ്, അനുചേച്ചി പീഡിയാട്രിക് നഴ്സാണ്. ഇവർ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. നമ്മുടെ റിസോഴ്സ് ജോസ് ഡൊമിനിക് അങ്കിളാണ്. അങ്കിള് ഫോർട്ട് കൊച്ചിയാണ് അങ്കിളുടെ സ്ഥലം. സോ വെൽക്കം ചേട്ടൻ, വെൽക്കം ചേച്ചി. ശരിക്കും ഒരു ഹസ്ബൻഡും വൈഫും ഈക്വലി റെസ്പോൺസിബിൾ ആണ് അല്ലേ? നമ്മൾ പരാതിപ്പെട്ടി എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? ആക്ച്വലി ഇപ്പം ഞങ്ങൾ മാരീഡ് ആയിട്ട് ലൈക്ക് 11 years ആയി റഫ്ലി. അപ്പം ഞാൻ ഓർക്കാണ് ശരിക്കും ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുക, കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ വരെ കോൺട്രഡിക്ഷൻ എന്ന് ചിലപ്പോൾ നമ്മൾ ഓർത്ത് പോകും. ഇപ്പം ഞങ്ങളൊരു ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഇമ്പൾസീവാണ്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ആഗ്രഹം, ഇപ്പം ഒരു നെയ് റോസ്റ്റ് കഴിക്കാൻ തോന്നി ഇപ്പം തന്നെ പോകണം. ജോബിയുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ജോബിയുടെ എന്ത് ഡിസിഷൻ എടുക്കുള്ളൂ ഒരു പ്രാവശ്യം കൂടി ചിന്തിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പം എനിക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈശോ തന്നെ എന്നെ തമ്പുരാൻ പഠിപ്പിച്ചതെന്ന് ഞാൻ പറയണം. ജോബിയുടെയോ എൻ്റെയോ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിന് പകരം തമ്പുരാൻ ഇതിനെക്കുറിച്ചുള്ള പ്ലാൻ എന്താ, ലൈക്ക് ഈറ്റ് ഔട്ട് എന്ന് പറയുമ്പം ശരിക്കും നമ്മുടെ ഒരു ഫാമിലിയുടെ ടുഗദർനെസ്സിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു പാർട്ടാണ്. അപ്പം ചിലപ്പോൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സെറ്റിലായി മേ ബി വീക്കെൻഡിൽ തന്നെ പോകാനായിരിക്കാം. അപ്പം തമ്പുരാൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഒന്ന് വിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലൈനിങ് ടു ഗോഡ് ഓർ ഫൈറ്റിംഗ് ബിറ്റ്വീൻ ലൈക്ക് എസ്, അതിന് പകരം അതാണ് എനിക്ക് ആദ്യത്തെ ഒരു ലൈക്ക് കാസ് എ കപ്പിൾ പറയാനുള്ളത്. ആക്ച്വലി ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്താലും ഈ കപ്പിൾ എന്ന് പറയണത്, ദൈവം യോജിപ്പിക്കണത് ഈ ഓപ്പോസിറ്റ് ആണെന്ന് പറയണത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഹസ്ബൻഡിന് ഒട്ടും പറ്റാത്ത, അത് ഇങ്ങനെ കുറച്ച് പറ്റാത്തതല്ല, ഒട്ടും പറ്റാത്ത കാര്യമായിരിക്കും വൈഫിന്റെ ഒരു മെയിൻ ഒരു സാധനം ഉള്ളത്. അതേപോലെ തന്നെ വൈസ് വേഴ്സ, വൈഫിന് ഒട്ടും പറ്റാത്ത ഒരു ക്യാരക്ടർ പാർട്ടായിരിക്കും ഹസ്ബൻഡിനുള്ളത്. ഇത് തരുന്നത് നമ്മുടെ തന്നെ ഒരു പ്യൂരിഫിക്കേഷന് തന്നെയാണെന്നുള്ളത് നമുക്ക് ലേറ്റർ ഓൺ വീൽ അണ്ടർസ്റ്റാൻഡ്. കാരണം അവിടെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓക്കെ, നമ്മുടെ ടെമ്പർ പോകും, അവിടെ നമ്മൾ ഇങ്ങനെ ആകണം എന്നുള്ളത് ഒരു കറക്ഷൻ വരുത്തേണ്ട ഒരു സാധനമാണെന്നുള്ള ഈശോ നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം. നമ്മുടെ സ്വഭാവത്തിന്റെ രീതിയിലൊരു ചേഞ്ച് വരുത്താനായിരിക്കാം ദൈവം അങ്ങനത്തെ ഒരു പാർട്ട്ണറെ നമുക്ക് തരുന്നത് അല്ലേ? ആൻഡ് ശരിക്കും ഇത് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ ശരിക്കും ഭയങ്കര ഈസിയാണ്. ഇത് എനിക്ക് തെറ്റിപ്പോയി അല്ലെങ്കിൽ എനിക്ക് വന്നത് ഭയങ്കര റോങ് ആയിരുന്നെന്ന് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. പക്ഷേ അതൊന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യാനായിട്ടും നമ്മൾക്കൊന്ന് അതിൻ്റെ അതൊന്ന് ഹംബിൾ ഡൗൺ ആവാനായിട്ടും പറ്റണതിൽ അതിൽ കൂടിയാണെന്ന് തോന്നണം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അതൊന്ന് നിങ്ങളുടെ ഇതൊന്ന് പറയാമോ? ഓക്കെ, നമ്മൾ എപ്പോഴൊക്കെയാ പരാതി പറയുക? ഏതൊക്കെ സന്ദർഭത്തിലാണ് പരാതി പറയുക? മിക്കവാറും നമ്മൾ ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് നമ്മൾ വീട്ടിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരാതി പറയും. അങ്ങനെയല്ലേ ജോസ് ചേട്ടാ നമ്മുടെ ഒരു രീതി? അപ്പോൾ അതുപോലെ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കണം. ജോലി സാഹചര്യങ്ങളെ പറ്റി നമുക്ക് വലിയ പരാതികളും നമ്മുടെ ബോസിനെ പറ്റിയും കൂടെ വർക്ക് ചെയ്യുന്നവരെ പറ്റിയും അവരാരും ശരിയല്ല, നമ്മൾ മാത്രമാണ് ശരി, പലപ്പോഴും നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ചിന്ത എങ്ങനെയായിരിക്കും. അപ്പോൾ അതുപോലെ ഈവൻ ചിലപ്പോൾ നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ പരാതിപ്പെടും. നമ്മുടെ നാടിനെ പറ്റിയും റോഡിനെ പറ്റിയും ഗവൺമെന്റിനെ പറ്റിയും എല്ലാത്തിനെയും പറ്റിയും നമ്മൾ ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. പരാതിപ്പെടുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനെ കാണേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഒരു പരാതി ഉണ്ടാകുന്നൊരു സാഹചര്യം ഒന്ന് നോക്കിക്കേ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ കാര്യം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ പരാതിപ്പെടും. അതുകൊണ്ട് നമുക്ക് ഒരു കുറവ് ഫീൽ ചെയ്യാണ്. എന്തിനോ നമുക്ക് ഒരു കുറവ് ഫീൽ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മൾ പരാതിപ്പെടുന്നത്. ഇപ്പം വൈഫിനെ പറ്റി ഞാൻ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. ഞാൻ വരുമ്പോൾ അവൾ ഇങ്ങനെ എന്നോട് പെരുമാറണം, അപ്പം മക്കളെ ഇങ്ങനെ സംസാരിക്കുക, അവരെ ഇങ്ങനെ കൊണ്ടു നടക്കണം. പ്രത്യേകിച്ചും അല്ലേ നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യത്തിലാണ് എന്നോട് ഇങ്ങനെ വേണം, ഇതാണ് എപ്പോഴും നമ്മുടെ ഒരു ചിന്ത. അങ്ങനെ വരാതിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുന്നതിനെ ഭാര്യ വിളിക്കുന്നതാണ് പരാതി. എൻ്റെ ആംഗിൾ ഒരിക്കലും പരാതിയല്ല അത്, അല്ലേ? ഞാൻ എപ്പോഴും ഫാക്ട്സാണ് പറയുന്നത്. പകരം വൈഫ് പറയുമ്പോൾ എപ്പോഴും പരാതിയാണ്.
അതുപോലെ എനിക്ക് തിരിച്ചും അല്ലേ. അപ്പം നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഈ ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയുക. അല്ലേ, ആലോചിച്ച് നോക്കിക്കേ, നമ്മളൊക്കെ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വളരെ ചുരുങ്ങിയ ഒരു കാലം ജീവിച്ച് മരിച്ച്, അപ്പോൾ ആ ഒരു ചെറിയൊരു ഇടവേളയിൽ ദൈവം നമ്മളെ ഒരുമിപ്പിച്ചൊരു കുടുംബത്തിലാണ്. ആ കുടുംബത്തെ സ്വർഗമാക്കാനുള്ള ഒരു അവസരമാണ് തന്നിരിക്കുന്നത്. എത്രത്തോളം സന്തോഷമാക്കാം, എത്രത്തോളം പരാതി കുറയുന്നോ ആ കുടുംബം അത്രത്തോളം സന്തോഷമാവും. ഏതൊരു സാഹചര്യത്തിലും അതല്ലേ, അങ്ങനെയല്ല സംഭവിക്കുന്നത്. പരാതികളില്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതാകുമോ ജോസ് ചേട്ടാ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരിക്കലും പരാതി ഇല്ലാതാവില്ല. പക്ഷേ ശരിക്കും ഒരു കുടുംബം ഭൂമിയിൽ രൂപപ്പെടുമ്പോഴാണ് സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കാര്യം ആ കുടുംബത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മക്കൾ, ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പടുത്തുയർത്തേണ്ടവരാണ് ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ശരിക്കും ഒരു പരാതി പറയുമ്പോൾ സംഭവിക്കുന്നത് അവിടെ ഒരു തകർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കുടുംബത്തെ നമ്മൾ ശരിക്കും പടുത്തുയർത്തേണ്ടവരാണ് നമ്മൾ. അപ്പോൾ അത് ആ ഒരു സ്വപ്നം നമ്മുടെ മനസ്സിൽ വേണം. അവിടെ ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടി വരും, നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഈ പറയണ പോലെ നമ്മൾ ഈ പറയണ എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പോൾ ആ പാർട്ട്ണറിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ദൈവത്തിൻ്റെ പ്ലാൻ എന്തായിരിക്കുന്നോ ആ കുടുംബത്തെക്കുറിച്ചുള്ളത് ദൈവത്തിന് നിറവേറ്റപ്പെടുവാനായിട്ടുള്ള ഒരു ചാല് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും നമ്മൾ ആ ഒരു പടുത്തുയർത്തൽ കുടുംബങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ആ ഒരു സംസാരത്തിലും വിട്ടുകൊടുക്കലിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പറഞ്ഞോട് ചേർത്ത് ഞാൻ എവിടെ വായിച്ചാണ് കുറേ റൂൾസ് ഓഫ് ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റൂൾസ് ഓഫ് ദ ലൈഫ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ റൂൾ നമ്പർ 9 ഇതാണ്: ബോസ് ഇസ് ഓൾവേസ് റൈറ്റ്. ആൻഡ് റൂൾ നമ്പർ 10 says whenever you think your boss is wrong, refer to rule number 9. അപ്പം ശരിക്കും നമ്മുടെ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നമ്മൾ ഏത് ഫാമിലിയിലാണോ നമ്മൾക്ക് ഈശോ തന്ന പാർട്ട്ണർ, ഇതെല്ലാം നമ്മുടെ സിറ്റുവേഷൻ ആസ് എ ഹോൾ ദൈവത്തിൻ്റെ ബെസ്റ്റാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കും, നമ്മൾ ഓർക്കും നമ്മുടെ മക്കൾക്ക് നമ്മുടെ കഴിവിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കും. ഏറ്റവും നല്ല ടോയ്സ്, അവരുടെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ, ഏറ്റവും നല്ല ബെസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദൈവവും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവത്തിന് ഒരു ലിമിറ്റ് ഇല്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹു ഈസ് ബോസ്? ആരാണ് ബോസ്? അല്ലേ, ഞാനാണോ നീയാണോ ഹസ്ബൻഡാണോ ഭാര്യയാണോ, ആരാണ് ബോസ്? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കാണ് ഇവിടെ എന്താ ക്ലാഷ് ഉണ്ടാകുന്നത്. ദൈവമാണ് നമ്മളൊരു കുടുംബത്തിൽ ദൈവമാണ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോസിന്റെ തീരുമാനം എപ്പോഴും ശരിയാണ്. നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നോ അതെല്ലാം ശരിയായിരിക്കും. ഈ പരസ്പരം അവരവരുടെ സ്ഥാനത്തൊന്ന് നിന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ജോലി ചെയ്ത് തളർന്ന് വരുന്ന ഒരു ഹസ്ബൻഡ്, വീട്ടിൽ വൈഫ് ചിലപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യണമായിരിക്കാം. അപ്പോൾ അവൾ എന്തെങ്കിലും ഒരു ചെയ്യുവാനായിട്ട് ഈ ഹസ്ബൻഡിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനെ ഒന്നുണ്ടെങ്കിൽ പരാതി പറയാം. നിനക്ക് എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോളൂ, ഞാൻ ഇത്ര തളർന്നു വന്നിരിക്കുകയാണ്, നിനക്ക് ഒരു കണ്ണിച്ചോരയില്ലേ, എനിക്കിപ്പോൾ വരാൻ പറ്റുമെന്നില്ല, നീ അങ്ങ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വഴക്കിടാം. പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ വൈഫിൻ്റെ ഷൂസിൽ നമ്മൾ കയറി നിൽക്കണം. എന്നിട്ട് അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. അവൾ ടയേർഡായതുകൊണ്ടായിരിക്കില്ല എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ക്ഷീണമൊന്നും മാറ്റി വെച്ച് അവളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ തിരിച്ചും അതേപോലെ തന്നെ ചിലപ്പോൾ വൈഫ് ഹസ്ബൻഡിൻ്റെ ഷൂസിലൊന്ന് കയറണം. എന്നിട്ട് അങ്ങനെ ശരിക്കും ഒന്ന് നമ്മളൊന്ന് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനോഹരം. നമ്മളിങ്ങനെയൊക്കെ വിട്ടുകൊടുക്കും. ചിലപ്പോൾ നമ്മൾ ചില ഈ വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു കേസ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്, ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ഇങ്ങനെ പങ്കുവെച്ചപ്പോൾ ഹസ്ബൻഡും വൈഫും ഇങ്ങനെ അവർ പിരിയും, അടുത്ത നിമിഷം അവർ പിരിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ ഈ കൗൺസിലറിൻ്റെ അടുത്ത് ഈ ഹസ്ബൻഡ് പറയുകയാണ്, അത് അവൾക്ക് പറ്റാത്തതുകൊണ്ടല്ലേ അവളങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അവർ ഒറ്റ വാക്ക് വൈഫ് കേട്ടപ്പോൾ അവിടെ അവിടെ അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ എല്ലാം അലിഞ്ഞില്ലാതായെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് പറ്റാത്തതുകൊണ്ടല്ലേ ആ ഒരു മനോഭാവം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നിടത്തല്ലേ ഇന്ന് ഒത്തിരി വിവാഹമോചനങ്ങളാണ്, ഡിവോഴ്സ് കേസുകളാണെങ്കിൽ നിസ്സാര കാര്യങ്ങളാണ്, പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പരാതിപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല. പിന്നെ എന്തിനാ നമ്മുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആളെ ഒന്ന് അറിയിപ്പിക്കുക, അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ ഒന്ന് നമ്മളൊന്ന് കട്ട് ഡൗൺ ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. എല്ലാം ഓക്കെ ഈശോയ്ക്ക്
കൊടുക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഈശോ ആണല്ലോ അല്ലേ. ഈശോയുടെ അടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പരാതിയൊക്കെ ആണെങ്കിലും ഈശോ അടുത്ത് പറയുമ്പോൾ ഈശോ അത് ഓട്ടോമാറ്റിക്കലി അത് അവിടെ ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. അവിടെ ഓട്ടോമാറ്റിക്കലി ഹീലിംഗ് അവിടെ തന്നെ സംഭവിക്കുകയാണ്. സോ വെറുതെ നമ്മളുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അല്ലേ. വളരെ നമ്മൾ പുറമേ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ഫാമിലീസിനെ കാണും. ഭയങ്കര സന്തോഷകരമായ, വളരെ രസകരം. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവർ ചില കാര്യങ്ങൾ എന്തുമാത്രം പെയിൻ എടുത്തുകൊണ്ട് വിട്ടുകൊടുക്കലും തോറ്റു കൊടുക്കലും ഇത് പുറമേ അറിയില്ല. ചിലപ്പോൾ ഈ വൈഫിന് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവം ഈ ഹസ്ബൻഡിന് ഉണ്ടാവും. പക്ഷെ ഇത് പുറത്ത് ആർക്കും അറിയാൻ പറ്റില്ല. ചിലപ്പോഴല്ല, ഉറപ്പായിട്ടും. പക്ഷേ ഇത് പുറമേ ഒന്നും അറിയിക്കാതെ ഇത് ഈശോൻ്റെ കരങ്ങളിൽ നിന്ന് ഒരു ഗിഫ്റ്റായിട്ട് സ്വീകരിച്ച് ഓരോ നിമിഷവും ഈ ഇങ്ങനെ വില കൊടുത്ത് വിട്ടുകൊടുത്ത് ഈ പരാതി ഹസ്ബൻഡിനെ കുറിച്ചാകാം, വൈഫിനെ കുറിച്ച്, അതേപോലെ മക്കളെക്കുറിച്ച് ഒത്തിരി പരാതി പറയുന്ന പാരൻസ് ഉണ്ട് അല്ലേ. നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. മക്കളെക്കുറിച്ച് പരാതി, ഹസ്ബൻഡിനെ കുറിച്ച് പരാതി. ഇവിടെയൊക്കെ ദൈവകരങ്ങളിൽ നിന്ന് അവരെ സ്വീകരിച്ചുകൊണ്ട് ഒന്ന് വിട്ടുകൊടുത്ത് അവിടെയല്ല ദൈവത്തിൻ്റെ ആ സന്തോഷം, പൂർണ്ണത. അപ്പോൾ ഇങ്ങനെ പല കുടുംബങ്ങളിലും നമുക്ക് കാണാം. അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ജോസിൽ പറഞ്ഞിട്ട് ആഡ് ചെയ്ത് പറയാൻ എന്നെ ഈശോ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ഡിഫറൻസസ് കണ്ട് ഫ്രണ്ട്സ് നമ്മുടെ സർക്കിളിൽ ജോലി സ്ഥലത്തൊക്കെ പറയുമ്പം ഈശോ രണ്ട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത്. ഒന്ന്, ഇറ്റ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വോട്ട് ഐ ആം. നമ്മൾ പറയും നമ്മുടെ ഈ ക്യാരക്ടർ, നമ്മുടെ ഇമ്പൾസിവിറ്റി ആണെങ്കിൽ നമ്മൾ വാട്ട് എവർ അത് ദൈവം നമ്മളെ എങ്ങനെയാണോ ആക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളവരും. ലൈക്ക് ഇപ്പം മനുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരുടെ എടുക്കുകയാണെങ്കിൽ അവർ അങ്ങനെ ആയിരിക്കുന്നത് ദൈവം അവരെ അങ്ങനെ ആ രീതിയിൽ മോൾഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് സോ ആക്സെപ്റ്റ് ദെം വോട്ട് ദേ ആർ. നമ്മൾക്ക് വേണ്ടി അവർ ബെൻഡ് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം അവരെങ്ങനെയായിരിക്കുന്നത് നമ്മളെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എന്തായാലും നമ്മൾക്കും കുറവുകളുണ്ട്. അപ്പോൾ അവരങ്ങനെ ഇപ്പോൾ ജോബിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ പരാതി പറയുന്ന ആളോ കുഞ്ഞു കാര്യത്തിൽ. അപ്പോൾ എനിക്ക് ഈശോയെ തന്ന ഇൻസൈറ്റ് ഇതാണ്, യു ആർ നോട്ട് പെർഫെക്റ്റ്. നിൻ്റെ എന്തോരം കാര്യങ്ങൾ ജോബി ടോളറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജോബി അതിനെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ നിനക്ക് കുഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ഷമിക്കാമല്ലോ. പിന്നെ വേറൊരു കാര്യം ഈശോ പറയുന്നത് ഇതാണ്, ഇപ്പോൾ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെല്ലാവരും പറയുന്ന കാര്യം. അപ്പോൾ ദൈവം ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾ എങ്ങനെ പറ്റും നമ്മളെ സ്നേഹിക്കാൻ? ഈശോയ്ക്ക് എങ്ങനെ പറ്റും നമ്മളെ സ്നേഹിക്കാൻ? ഈശോ എന്തോരം കാര്യങ്ങൾ കണ്ടടച്ചിട്ടാണ്. അപ്പോൾ ഈശോയ്ക്ക് എന്നെ സ്നേഹിക്കാൻ, ഈശോ തന്നൊരു ഇൻസൈറ്റ് ആണ് അതൊക്കെ. ഈശോയ്ക്ക് എന്നെ സ്നേഹിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കാരണം സ്നേഹം വരുമ്പോഴാണ് ഈ പരാതികൾ മറയുന്നത്. വേറെ ഒന്നിനും നമ്മളൊരു പ്രാക്ടിക്കലി ആക്സെപ്റ്റ് ചെയ്യാത്ത തിയറി പറയുമ്പോഴും ഈശോയുടെ സ്നേഹം പറയുമ്പോഴേ നമുക്ക് ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഈശോ ഇൻസൈറ്റ്. അപ്പം ഈശോ എനിക്ക് അങ്ങനെയൊക്കെ ഒത്തിരി ചേച്ചി ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഈശോ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് ആ ഒരു ആംഗിളല്ലേ. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും ദൈവം, ഹസ്ബൻഡ്, വൈഫ്, ദൈവം ശരിക്കും നമ്മളുടെ കുറവുകളോടുകൂടി എല്ലാ ബലഹീനതകളോടും നമ്മളെ സ്നേഹിക്കുന്നു. പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പിന്നെ ഈശോൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അപ്പം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിൽ തോന്നുന്നത്, നമ്മളുടെ ഈ കുടുംബത്തിൻ്റെ മൊത്തത്തിലൊരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നിത്യതയാണല്ലോ, സ്വർഗമാണല്ലോ. അപ്പോൾ നമ്മൾ നമുക്കിങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴൊക്കെ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂടുകയാണ്. അപ്പോൾ ഈ സ്വർഗം സ്വന്തമാക്കുവാനായിട്ട് കിട്ടുന്ന എത്രയോ അവസരങ്ങളാണ് ഓരോ കുടുംബങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. പരസ്പരം ഇങ്ങനെ പരാതി പറയുമ്പോഴും എപ്പോഴും പിറുപിറുക്കലും ഒക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗമാണ്. അപ്പോൾ അതേപോലെ തന്നെ തലമുറ, നമുക്ക് ഒരു വലിയൊരു സ്വപ്നമാണ് നമ്മുടെ തലമുറ, അടുത്ത ഓരോ മക്കളും. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു പരസ്പരം ക്ഷമിച്ചും പരസ്പരം ആക്സെപ്റ്റ് ചെയ്തും കുറ്റം പറയാതെയൊക്കെ പോകുമ്പോൾ ഇതൊരു വലിയൊരു ഗ്രേസാണിത്. ഇത് നമ്മൾ പോലും അറിയാതെ നമ്മൾ പിള്ളേരിലേക്ക് ഇത് ഒഴുകും. ഒരു ഇന്നർ ഫ്ലോ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു ഗ്രേസ് തലമുറയിലേക്ക് ഒഴുകും. അപ്പോൾ നമ്മൾ അതേപോലെ നമ്മൾ പരസ്പരം ആക്സെപ്റ്റ് ചെയ്തും കുറവുകളെയൊക്കെ അംഗീകരിച്ചും ഒക്കെ പോകുമ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് സ്വർഗം മക്കൾക്കും അത് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. സ്വർഗം കാണിച്ചു കൊടുത്ത് മക്കളെ വളർത്തണം. ഇത് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചാൽ മതി അല്ലെ. മാതാപിതാക്കൾ ശരിക്കും മക്കളുടെ വായിക്കുന്ന ഒരു ബൈബിളാണല്ലോ. നമ്മളുടെ ജീവിതം കണ്ടാണല്ലോ അവർ എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ കുട്ടികൾ. അപ്പോൾ ശരിക്കും മക്കൾക്ക് തലമുറയിലേക്ക് ഈ ഒരു സംഭവം പകർന്നു കൊടുക്കലും കൂടിയാണ് ഈ വിട്ടുകൊടുക്കലും. ഈ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പോൾ ജോസ് അങ്കിൾ പറഞ്ഞതുപോലെ നമ്മളവിടെ പരാതിപ്പെടും തോറും അടുത്ത ആൾക്കാർ ഇത് കണ്ടുവരികയാണ്. ഓക്കെ, അവരുടെ ഉള്ളിലും ഈ ഒരു ടെൻഡൻസി കയറുകയാണ്. ഓക്കെ,
അപ്പയ്ക്ക് എപ്പോഴും ഫുൾ ടൈം പരാതിയാണ്, അമ്മയ്ക്കും ഫുൾ ടൈം പരാതിയാണെന്നുള്ളൊരു സാധനം അപ്പോൾ നമ്മുടെ ആ കുഞ്ഞിൻ്റെ ഉള്ളിലും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് പരാതിപ്പെടണം എന്നുള്ളൊരു സാധനം. അവിടെ നമ്മൾ ഒന്ന് വിട്ടുകൊടുക്കാനൊക്കെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ അതെ ആ ഒരു മോൾഡിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവണേണല്ലോ. അതെ ശരിക്കും. അല്ല, അതിന് വേറൊരു വശം കൂടെ നമുക്ക് അതിനകത്ത് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ പരാതിപ്പെടുന്നതിന് പകരം എത്രത്തോളം താങ്ക്ഫുൾ ആകാം എന്നൊന്ന് കാണിച്ചു കൊടുക്കാനും. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പരാതിപ്പെടുന്നത് കണ്ട് മക്കൾ പഠിക്കുമെങ്കിൽ മക്കളും തീർച്ചയായും വലിയ പരാതിക്കാരായി മാറും അല്ലേ. നമ്മൾ ഏറ്റവും താഴത്തെ നിലയിലുള്ള കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ അവന്മാർ എങ്ങ് വരെ പോകും, സുപ്രീം കോടതി വരെ പോകുന്ന വലിയ പരാതിക്കാരായി മാറാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ്, നമുക്ക് ലഭിച്ച അനുഗ്രഹം, ഇപ്പം നമ്മുടെ ഭാര്യ, മക്കൾ, ജീവിത സാഹചര്യങ്ങളെല്ലാം, ഇതിനെല്ലാം നമ്മൾ നന്ദിയുള്ളവരാണ്. അപ്പം ദൈവത്തോട് നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നോ അത്രത്തോളം ദൈവമായിട്ടുള്ള അടുപ്പം കൂടും. ദൈവമായിട്ടുള്ള അടുപ്പം എത്രത്തോളം കൂടുന്നോ അങ്ങനെ വരുമ്പോൾ അത്രയും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അടുപ്പം കൂടും. സ്വാഭാവികമായിട്ടും മക്കളും എല്ലാമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സ്വർഗ്ഗതുല്യമായി മാറും. അപ്പം ഇത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. അപ്പം അങ്ങനെ നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോട് ജീവിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ പരാതി കുറവായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ ഇത് ഇനീഷ്യൽ മാരേജ് ടൈമിലൊക്കെ നമ്മൾക്ക് ആദ്യം അഡ്ജസ്റ്റ് ആയി വരുന്ന ഒരു ടൈം പീരീഡ് ആണല്ലോ. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഓർക്കായിരുന്നു, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പാർട്ട്ണറിൽ ചെറിയൊരു സാധനം കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പരാതിപ്പെടുന്നത് കാണുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് താങ്ക് യു ഈശോയെ, ദിസ് ഇസ് ഫോർ മൈ പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ താങ്ക് യു ഈശോയെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു താങ്ക്ഫുൾനെസ് കാണിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് നമ്മുടെ ഒരു കംപ്ലൈനിങ് സ്റ്റേറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇറേസ് ആയി പോവാണ്. ആ സമയത്ത് തന്നെ ഇറേസ് ആയി പോവാണ്. സോ ആ ഒരു പ്രെയർ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ആ ഒരു സ്വഭാവം ഓക്കെ അത് നമ്മൾ കംപ്ലെയിൻ ചെയ്യാണ്ട് അവിടെ നമ്മൾ താങ്ക്ഫുൾ ആകുകയാണ്, താങ്ക് യു ഈശോയെ എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു പ്യൂരിഫിക്കേഷനും നമ്മുടെ ഒരു ഇറ്റേണിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഒരു പോസിബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കുറേ സമയം നമ്മൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറിന് അല്ലെങ്കിൽ മക്കൾക്കാണെങ്കിലും ചിലപ്പോൾ ഒത്തിരി പരാതിയായിട്ടായിരിക്കും പാർട്ട്ണറിങ്ങോട് വരുന്നത്. നമ്മളൊന്ന് സൈലൻ്റ് ആയിട്ട് കുറച്ച് സമയം കേൾക്കാൻ ഒന്ന് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ. ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു എക്സ്പീരിയൻസ്, ഒരു ഹസ്ബൻഡ് ഇതേപോലെ ജോലി ചെയ്ത് തളർന്ന് വീട്ടിലേക്ക് വരുന്നു രാത്രി. അപ്പോൾ ഭാര്യ വളരെ ദേഷ്യത്തോടു കൂടി മുഖമൊക്കെ മാറി ഇങ്ങനെ തിളച്ച് നിൽക്കും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നതാണ്. ഇയാൾക്കാണെങ്കിൽ ഒട്ടും സമയം കൊടുക്കാനില്ല, ഇയാളും തളർന്ന് തന്നെ വരുന്നത്. പക്ഷേ എന്ത് ചെയ്തു, ഈ മനുഷ്യൻ കുറച്ച് സമയം ഭാര്യയ്ക്ക് സമയം കൊടുക്കുകയാണ്. ഇരുന്ന് വേറെ ഒന്നും പറഞ്ഞില്ല, എല്ലാം ഭാര്യ പറഞ്ഞത് മുഴുവൻ ഈ വ്യക്തി കേൾക്കുന്നതാണ്. ഇവള് പറയാൻ എല്ലാ വിഷമങ്ങളും പരാതികളും എല്ലാം അങ്ങോട്ട് ചുരിഞ്ഞിട്ടു. ഈ മനുഷ്യൻ ഒന്നും ഉപദേശിക്കാനും പോയില്ല, ഒന്നും ക്ലിയർ, എല്ലാം ഓക്കെ കേട്ടു. അത് വളരെ നല്ലൊരു ടെക്നിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയിച്ചാൽ ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളപ്പോൾ ഞാൻ മനുവിനറിയാം ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരേണ്ട സമയത്ത് എത്തിയിട്ടില്ല, അപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ മനു ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് വരും. ഓക്കെ ഇവൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവള് കംപ്ലയിൻറ്റ് ചെയ്യൂല എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് എന്താ ഇപ്പോൾ ഈ അടുത്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. വരുമ്പോൾ തന്നെ സോറിടാ അതിനെ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്നാൽ പോട്ടെ സാരില്ല, അവിടെ കംപ്ലയിൻറ്റ് വരുന്നില്ല, നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ല ഇവിടെ എന്നിട്ട് പിറ്റേ ദിവസം ഈ വീട്ടിൽ സംഭവിച്ച കാര്യം വളരെ സമാധാനമായിട്ട് പിറ്റേ ദിവസം രാവിലെ വൈഫ് ഓക്കെ ആയി. ഈ ഹസ്ബൻഡ് പറയുകയാണ്, കഴിഞ്ഞ രാത്രി ഞാൻ അവൾക്ക് സമയം കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എന്തായിരിക്കും സംഭവിക്കണേ എന്നുള്ളത് പറഞ്ഞു പോലും അറിയാം. അതേപോലുള്ള വലിയൊരു ഇഷ്യൂയിലേക്കൊക്കെ പോകേണ്ടതാണ്. അതെ അതെ ശരിക്കും. എൽറി പെട്ടെന്ന് ആഡ് ചെയ്ത് ഞാൻ ഒരു കാര്യം, ഞാൻ ശരിക്കും ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം ഇങ്ങനെ കിട്ടിയ ഒരു ഇൻസൈറ്റ് ആണ്. ശരിക്കും ഒരു റോസ ചെടി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്ലവേഴ്സാണ് ശരിക്കും കാണുന്നില്ലേ, പക്ഷേ അതിനകത്ത് ശരിക്കും മുള്ളുകളുണ്ട്. പക്ഷേ നമ്മളൊരു റോസാ ചെടി എൻജോയ് ചെയ്യാനായിട്ട് ഒരിക്കലും ആ മുള്ളൊരു തടസ്സമല്ല. നമ്മൾക്കത് പിടിക്കാം, നമുക്കത് പൂ വേണമെങ്കിൽ ക്ലിപ്പ് ചെയ്തെടുക്കുക, ഈശോയ്ക്ക് വെക്കാം, അങ്ങനെയല്ല. പക്ഷേ നമ്മൾ ആ മുള്ളിലേക്ക് ഫോക്കസ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയില്ലെങ്കിൽ മാത്രമേ ആ മുള്ള് നമ്മളെ ഹേർട്ട് ചെയ്യുള്ളൂ. അതുപോലെ നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് എടുക്കുന്നു, ജോബ് എടുക്കുന്നു, എവിടെയും ഈ റോസപ്പൂ പോലെയാണ്, റോസ ചെടി പോലെ ആകാം. ചില തോൺസ് കാണാം, പക്ഷേ ആ തോൺസ് if we handle with care, with the help of God, the like whole thing is actually beautiful. നമ്മൾ അത് എൻജോയ് ചെയ്ത് ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ഹാൻഡിൽ ചെയ്യുക. പിന്നെ എവിടെയോ കേട്ടൊരു തോട്ടാണ്, യു ഹാവ് മെനി ഗ്രേസസ് അതേഴ്സ് പ്രേ ഫോർ. ശരിക്കും അല്ലേ, നമ്മുടെ ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ, നമ്മുടെ ജീവിത സാഹചര്യം, ഇപ്പം ജോച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പം വാട്ട് എവർ വി ആർ, അത് ചിലപ്പോൾ മറ്റ് പലരും ആഗ്രഹിക്കുന്ന കാര്യം. ഇപ്പം നമ്മുടെ നെഗറ്റീവ്സ്
കുറിച്ച് ചിന്തിക്കും. ഈ തോട്ട്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം ലുക്ക് അറ്റ് ദ ഫ്ലവേഴ്സ് ആൻഡ് എൻജോയ് യുവർ ലൈഫ്. ട്രൈ യുവർ ബെസ്റ്റ്. ലൈക്ക് നമ്മൾ സെയിൻറ്റ് പോളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ബി ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മളൊരു സ്ഥലത്തായിരിക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുന്നത്, സോൾട്ട് ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഫ്രാഗ്രൻസ്. നമ്മൾ അവിടെ ഒരു നമ്മുടെ ഫാമിലിയിൽ നമ്മളൊരു എന്താ പൊട്ടയാകുന്നതിന് പകരം അവിടെ ഒരു ഫ്രാഗ്രൻസ് ആകാൻ ട്രൈ ചെയ്യാം. അത് അങ്ങനെ ഇപ്പോൾ ഈ വിശുദ്ധരൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ നെന്നോളിന എന്ന് പറഞ്ഞൊരു വിശുദ്ധ ഉണ്ടല്ലോ, എപ്പോഴും മാതാവിനും ഈശോയ്ക്കും ഒക്കെ കത്തെഴുതുക. അവൾക്കുണ്ടായിരുന്ന കുറവ് എന്ന് വെച്ചാൽ അവളുടെ ഒരു കാലം അവളുടെ മുറിച്ച് കളയേണ്ടി വന്നു. അപ്പോൾ ഒറ്റ കാലമായിട്ട് അവൾക്ക് പക്ഷെ ഒരു പരാതിയുമില്ല. നമ്മളാണെങ്കിൽ എന്തുമാത്രം പരാതികൾ പറഞ്ഞു കിട്ടും അല്ലേ. അപ്പോൾ അവിടെ ഒരു പരാതിയും ഇല്ലാതെ തമ്പുരാൻ്റെ അടുത്ത് സ്നേഹിച്ചും ഒരു പരാതിയും ഇല്ലാതെ എല്ലാത്തിനും നന്ദി പറഞ്ഞ ഒരു കാലെങ്കിലും തമ്പുരാനെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ എന്തുമാത്രമാണെന്നുള്ളതേ നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളിപ്പോൾ പറയണ കേൾക്കുമ്പോഴൊക്കെ ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മളൊന്നും ഒരു പരാതി പറയാത്ത വിശുദ്ധ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കർത്താവിന് ഇതൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും, നമുക്ക് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്നൊരു വലിയ ഒരു സമാധാനമാണ്. അതല്ല ഈശോ വന്നിട്ട് എപ്പോഴും നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനായിട്ടാണ് തമ്പുരാൻ്റെ ഏറ്റവും വലിയൊരു പ്ലാൻ തന്നെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാന്നേ, നമുക്ക് ഇനി ഇതേപോലെ ഒന്ന് വിട്ടുകൊടുക്കാനും ലൈഫ് പാർട്ട്ണറിന് സമയം കൊടുക്കാനും മക്കളുടെ പരാതി ഒന്നും പറയാതെ അവരെയും സ്വീകരിക്കുവാനും അങ്ങനെ സ്വർഗം പണിയുന്നവരാണ് നമുക്ക് അല്ലേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പരാതി പറയുന്ന സ്വഭാവം കുടുംബജീവിതത്തിൽ എങ്ങനെ ഒരു വില്ലനായിട്ട് മാറുന്നു? പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം തകരാൻ അത് മാത്രം മതി, വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട. ഇറ്റ്സ് ലൈക്ക് എ സൈലന്റ് കില്ലർ. പുറമേ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷെ തുടർച്ചയായിട്ട് പരാതി പറയുന്ന സ്വഭാവം ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ നൈസായിട്ട് കുടുംബ സമാധാനം മൊത്തത്തിൽ അങ്ങ് പോവുകയും ഗ്രാജുവലായിട്ട് ബന്ധങ്ങൾ വിള്ളൽ വരികയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എപ്പോഴും ഒരു ഭർത്താവ് എന്ന നിലയിൽ എപ്പോഴും കുറ്റം പറയുന്ന അല്ലെങ്കിൽ എല്ലാവരും പരാതി പറയുന്ന ഹാർഷായിട്ടൊക്കെ ഇങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ നാച്ചുറലി കുടുംബജീവിതത്തിൻ്റെ വാംനെസ്, ആ ഒരു സന്തോഷം, സമാധാനമൊക്കെ കുടുംബത്തിൽ നിന്ന് പൊക്കോളും. പിന്നീട് ഭാര്യയോ മക്കളോ ഒക്കെ അവരുടെ ഓപ്പൺനെസ് ഒക്കെ കുറയും. പറയാൻ പേടിയാ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പേടിയാ, എല്ലാത്തിനും പരാതിയായിരിക്കും, എല്ലാത്തിനും കുറ്റപ്പെടുത്തലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിതിലുണ്ടോ, ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരാതി നമുക്ക് എന്തിനും പെടാമല്ലോ. ചില മനുഷ്യർ പരാതിപ്പെടുന്ന നമുക്ക് സങ്കടം വരും. അടുത്തുള്ളൊരു മൂവി കണ്ടുവന്നപ്പോഴത്തേക്ക് ഫ്രസ്ട്രേഷനാണ് മൊത്തം കാണിക്കുന്നത്. ഭർത്താവ് എങ്ങനെയെങ്കിലും ഭാര്യ ഓടി രക്ഷപ്പെടാൻ പോകും. കാര്യം എന്താണെന്നറിയാമോ, എല്ലാത്തിനും പരാതി, എല്ലാത്തിനും എപ്പോഴെങ്കിലും പരാതി പൊട്ടി പ്രശ്നമായി കഴിയുമ്പോൾ അവിടെ ആദ്യം പറഞ്ഞ കാര്യം, പണ്ട് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു സർഫെക്സിൽ വാങ്ങിത്തരാമെന്നുണ്ട്, അത് വാങ്ങിത്തരാത്ത ഭർത്താവെന്ന് പറഞ്ഞ് തുടങ്ങും. സർഫെക്സ് ഇപ്പം പറയാം, കല്യാണം കഴിഞ്ഞ 5 വർഷമായി, ഇപ്പോഴും ആദ്യമായിട്ട് അവളിപ്പോൾ സർഫെക്സിൽ വാങ്ങിത്തരാൻ മറന്നുപോയി. അന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇപ്പോഴും എണ്ണിപ്പിറക്കി. ചില സ്വഭാവമാണ് എണ്ണിപ്പിറക്കി പരാതി. ചിലരാണെങ്കിലോ എല്ലാത്തിനും പരാതി. ചായ കൊടുക്കുമ്പോഴത്തേക്ക് ചായക്ക് ചൂട് കൂടിയാൽ പരാതി, ചൂടില്ലേ പരാതി. കടുപ്പം കൂടിയ പരാതി, കടുപ്പം ഇല്ലേ പരാതി. കൊടുത്ത് കപ്പിലാണ് അതിൻ്റെ പരാതി, അല്ലെങ്കിൽ ഗ്ലാസ്സിലാണ് അതിൻ്റെ പരാതി. എല്ലാത്തിനും പരാതി കാണും. പ്രിയപ്പെട്ടവരെ, ഐഡൻറ്റിഫൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ച് നിങ്ങൾ കല്യാണം കഴിക്കാനൊക്കെ ഒരുങ്ങുന്നവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിലുണ്ടോ, പ്ലീസ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹീൽ ചെയ്യപ്പെടണം കേട്ടോ. ഒന്ന് പുറകിലേക്ക് പോയിട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നു, അല്ലെങ്കിൽ ഈശോയുടെ മുമ്പിലിരുന്ന ആ ഒരു കൃപയൊക്കെ മേടിച്ചിട്ട് വേണം വിവാഹജീവിതത്തിലേക്ക് പോകാൻ. പ്രത്യേകിച്ച് വിവാഹജീവിതം തുടങ്ങുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യ സമയത്ത് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ഇതുപോലെ പരാതി അടിച്ചടിച്ച് വിടുന്നവരാണെങ്കിൽ ആദ്യമേ തന്നെ ആ ഒരു സിങ്ക് ആവാനുള്ള ചാൻസ് അങ്ങ് ലോസ്റ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. പലപ്പോഴുമൊക്കെ നിങ്ങൾക്ക് ഈ പരാതി പറയാൻ എല്ലാ റീസണും കാണുവേ. ഞാൻ ഈ അടുത്തിടെ എൻ്റെ സുഹൃത്തോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ സുഹൃത്ത് പറയുകയാണ്, ഞാൻ മടുത്തു, ഭാര്യയോട് കറക്ഷൻസ് ചില കാര്യങ്ങൾ കൊടുത്തും ചില കാര്യങ്ങൾ അവൾ പറഞ്ഞു, അവൾക്ക് മനസ്സിലാവുന്ന ഒരു ചേഞ്ചും ഇല്ല ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ ഞാൻ എന്താ വേണ്ടി ചോദിക്കണം, എടാ പറയുന്നതൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ നീ പറയുന്നത്? ചിലപ്പോൾ അവൾക്ക് മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു ഫാമിലി ഐക്യമൊന്നും കാണത്തില്ല. നമ്മൾ ഈ സ്പോർട്സ് ഐക്യം എന്നൊക്കെ പറഞ്ഞാൽ ഫാമിലി ഐക്യം എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവൾക്ക് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവൾക്ക് നീ പറയുന്നതൊക്കെ വളരെ കുറ്റപ്പെടുത്തൽ മാത്രമായിട്ട് തോന്നുന്നു. അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ പരാതി പറയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പരാതി പറയുമ്പോൾ ശ്രദ്ധിക്കണം, ആ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ തന്നെ വീണ്ടും ബിഹേവ് ചെയ്യുന്നു. മേ ബി ദറ്റ് പേഴ്സൺ ഹാവ് എ റീസൺ. ഒരുപക്ഷെ നിങ്ങൾ ഭാര്യയോ ഭർത്താവിനെയോ തുടർച്ചയായിട്ട് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന എല്ലാം തെറ്റാന്ന് പറയുമ്പോൾ മറുവശം ചിന്തിക്കുക, എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒന്ന് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ പരാതികൾ വലിയ ലോകത്തുനിന്ന് ചെറിയൊരു സ്ട്രെസ് ഔട്ട് കിട്ടും. അതോടൊപ്പം ഒരു കാര്യം, ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ ബുദ്ധിമുട്ടോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയാതെ ഇങ്ങനെ കൂട്ടിവെച്ച് അവസാനം ഒരു വോൾക്കേനോ പൊട്ടിത്തെറിക്കരുത്.
അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ശാന്തമായിട്ട് സമാധാനമായിട്ട് സംസാരിക്കുക. ഏറ്റവും നല്ലതെന്നറിയോ, വൈകുന്നേരമൊക്കെ പറ്റുമെങ്കിൽ ഒരു നിത്യാരാധന ചാപ്പലിലേക്ക് ആഴ്ചയിലൊക്കെ ഒന്നെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവുക, ഫാമിലി ഒരുമിച്ച് പോവുക, പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു കുമ്പസാരമൊക്കെ നടത്തുവാനോ അല്ലെങ്കിൽ ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കുക. എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതൊരു പ്രാർത്ഥനയുടെ ആംബിയൻസോ അല്ലെങ്കിൽ കുമ്പസാരം കഴിഞ്ഞ ആംബിയൻസ് ഒക്കെ ആകുമ്പോൾ കുറേ കൂടി ഹീൽഡായിട്ട് പരസ്പരം കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രശ്നം അറിയാമോ, നിങ്ങൾ പരാതി പറയുന്നു, അതേ ചൂടിൽ അയാൾ തിരിച്ചിട്ടിരിക്കുന്നു. ഇത് ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സും കയ്യാങ്കളിയായിട്ട് തീരത്തുള്ളൂ. ഒരു സൊല്യൂഷൻ സംഭവിക്കുന്നില്ല, കുടുംബത്തിൻ്റെ സമാധാനം പോവുകയും ചെയ്യും. നമ്മൾക്ക് എനിക്കോ നമ്മുടെ കുടുംബത്തിലൊരു വ്യക്തിക്കോ ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? അതിനുള്ള ഏറ്റവും നല്ല ഉത്തരം പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ഈ ഒരു പരാതി എന്ന് പറയുന്ന പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ആ ഒരു നേച്ചർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. നമ്മൾ ഈ പ്രശ്നമൊക്കെ വന്നപ്പോൾ നമ്മൾ ഈ മ്ലാനമുഖം കാണിച്ച് മുഖമൊക്കെ നീട്ടി കാണിച്ച് കറുപ്പിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ കൂടെയുള്ള ആൾക്ക് നല്ല വെറുപ്പ് തോന്നുമല്ലോ, കൂടെയുള്ള ആൾക്ക് ഭയങ്കര മോശമായൊരു ഫീലിംഗ് തോന്നുമല്ലോ. പ്രിയപ്പെട്ട, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ പരാതി പറഞ്ഞില്ലേ പോലും നിങ്ങളുടെ മുഖം കാണുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുന്നൊരു ഭാര്യയോ ഭർത്താവോ കയറി വരുമ്പോൾ, മക്കളോ അല്ലെങ്കിൽ ജീവിത പങ്കാളി ആരെങ്കിലും ഇങ്ങനെ കടുപ്പിച്ച മുഖമായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സിറ്റുവേഷൻ മൊത്തത്തിൽ കോളാവും. അതുകൊണ്ട് എപ്പോഴും സന്തോഷിക്കുകയും. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ ഈ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മനോഹരമായ കാര്യമുണ്ട്. എ സാഡ് ക്രിസ്ത്യൻ ഇസ് എ കോൺട്രഡിക്ഷൻ ബിക്കോസ് യു കനോട്ട് സീ എ സെയിൻ വിത്ത് എ ഗ്ലൂമി ഫേസ്. ഇത്രേ ഉള്ളൂ കാര്യം. നിങ്ങളൊരു സാഡായ അല്ലെങ്കിൽ മ്ലാനമൊക്കെ ഉള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ കോൺട്രഡിക്ഷനാണ്. നിങ്ങൾ സഭയ്ക്കേ കോൺട്രഡിക്ഷൻ, നിങ്ങളുടെ വിശ്വാസത്തിന് കോൺട്രഡിക്ഷനാണ്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും സങ്കടപ്പെട്ട മ്ലാനമൊക്കെ ഉള്ള മുഖം നീർപ്പിച്ച ആ ഒരു വിശുദ്ധനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന്. സത്യമല്ലേ? അങ്ങനെ വിശുദ്ധനുണ്ടോ? വിശുദ്ധിയുടെ തന്നെ ഒരു അടയാളം കൂടിയല്ലേ ഈ ജോയ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സന്തോഷം നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. സന്തോഷം എങ്ങനെ കിട്ടും? അതാണ് രണ്ടാമത്തെ കാര്യം. ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രശ്നമില്ലാത്തവർ, ബുദ്ധിമുട്ടില്ലാത്തവർ, അല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഫാമിലിയൊന്നും ഇല്ല. പക്ഷേ ഇത് ഓഫർ ചെയ്യാൻ പറ്റുന്നുള്ള പ്രശ്നം. ഇപ്പം ഭാര്യയോടോ ഭർത്താവോടോ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓരോ സമയം ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓരോ സമയം ഈശോ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ വരുന്നു അപ്പോഴൊക്കെ കർത്താവ് നിൻ്റെ കയ്യിലേക്ക് ഇട്ട് തരുന്നു. ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞതാണ്, എപ്പോൾ പ്രശ്നം വന്നാലും ഞാൻ എന്ത് ചെയ്യും, ഞാൻ വൈദികൻ കാസയും ബിലാസും ചെയ്തു ഞാൻ ഇട്ട് കൊടുക്കും, നിറയോളം ഇട്ട് കൊടുക്കും. എല്ലാ കുർബാനയ്ക്കും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന കുറേ ഉണ്ട് എനിക്ക്. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓഫർ ചെയ്യാൻ പറ്റും. ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. അവസാനം എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ നന്ദി എന്നൊരു സാധനം പലപ്പോഴും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പരാതിപ്പെടുന്നത്. ഒരു ഭർത്താവ് ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും പരാതിപ്പെടുന്ന ആളാണെങ്കിൽ പുള്ളിക്ക് പല കാര്യങ്ങളും നന്ദി പറ്റില്ല. അതുകൊണ്ടാണ് എന്താണെന്നറിയോ, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നൊരു ഭാര്യ വീട്ടിലുള്ളത്. അതൊന്നും നോക്കാതെ ചെറിയൊരു കാര്യത്തിന് മേൽ പരാതിപ്പെടുകയാണെങ്കിൽ, തുടർച്ചയായിട്ട് പരാതിപ്പെടുകയാണെങ്കിൽ ഭർത്താവ് നന്ദിയില്ലാത്ത ആളാണ്. അല്ലെങ്കിൽ മക്കൾ പല കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നുണ്ടായിരിക്കും, വളരെ ജോയ്ഫുൾ റോഡും ചെയ്യുന്നുണ്ടായിരിക്കും. ചില കാര്യങ്ങൾ വീഴ്ച വരുമ്പോൾ ഭയങ്കര ഹാർഷായിട്ട് പരാതിപ്പെടുന്ന അപ്പനുണ്ടെങ്കിൽ അപ്പൻ ശരിക്കും മക്കളോട് നന്ദിയില്ലാത്ത തിരിച്ചും. പ്രിയപ്പെട്ടവരെ, ഈ നന്ദി നമുക്ക് തന്നെ സിമിലർ നമ്മുടെ കൾച്ചറിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു കുറ്റം പറച്ചിലല്ല. നമ്മൾ എത്ര പേര് താങ്ക് യു എന്ന് വാക്ക് പറയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ? നമ്മൾ വിദേശത്തൊക്കെ താമസിക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ചായ എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചായ എടുത്തു കൊടുത്താൽ താങ്ക്സ് പറയും. അത് കഴിഞ്ഞൊരു കസേര നിൽക്കാൻ താങ്ക്സ് പറയും. എല്ലാത്തിനും താങ്ക്സ്. ദൂരം താങ്ക്സ് ചുമ്മാ കിട്ടിക്കൊണ്ടിരിക്കുന്നറിയോ? ആദ്യമൊക്കെ ഞാൻ കേട്ടപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവേർഷം പോലെ, ദൈവം എന്തിനും ഇത്രയും താങ്ക്സ് പറയുന്നത്? ഇറ്റ്സ് പാർട്ട് ഓഫ് ദ കൾച്ചർ. ദേ റിയലി മീൻ ഇറ്റ്. അവർ ശരിക്കും അർത്ഥം തോന്നുന്ന പറയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ താങ്ക്സ് പറഞ്ഞു, ഓ പരിഷ്കാരം എന്നൊക്കെയെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടിൽ പഠിപ്പിക്കേണ്ട കൾച്ചറാണ് മക്കളെ കേട്ടോ. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക്സ് പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്ക ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് അമ്മ കൂട്ടിക്കൊണ്ട് വന്നു. കുർബാന കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനെ ബ്ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചൊരു കൊന്തയൊക്കെ സമ്മാനം കൊടുത്തു. അപ്പോൾ കൊച്ചു സന്തോഷത്തിലേക്ക് വേണ്ടി ചിരിച്ചെന്നെ കാണിച്ചു. അപ്പോൾ അമ്മ പറയുന്നത്, ഏയ് സേ ദ മാജിക് വേർഡ് ടു ദ പ്രീസ്റ്റ്. ആ മാജിക് വേർഡ് പറയാൻ. അപ്പോൾ കൊച്ചു ചിരിച്ചോണ്ട് പറയാണ്, താങ്ക് യു ഫാദർ. എത്ര ഉള്ള കാര്യം. കുഞ്ഞിനെ വരെ പിള്ളേർ ശീലിക്കണം ഈ ഒരു മാജിക് വേർഡ് പറയിപ്പിക്കാൻ. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശീലിപ്പിക്കണം ഈ മാജിക് വേർഡ് പറയാൻ, താങ്ക് യു എന്ന് പറയാൻ. അത് വീട്ടിലായാലും ദൈവത്തോടായാലും ഫാമിലി ഉള്ളവരോടായാലും ദൈവത്തോടായാലും നന്ദി എന്ന് പറയാനായിട്ട് നമ്മൾ ശീലിക്കണം. അപ്പോൾ തന്നെ പകുതി പരാതി പോകും. ഇതൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ചെറിയൊരു സെയിൻറ്റിനെ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാം. എൻ്റെ ഇവിടുത്തുകാരൻ തന്നെയായ ഫിലിപ്പീൻസ് തന്നെയുള്ള സെയിൻ്റ് ആയിട്ടില്ല, ഇപ്പോൾ സെർവൻ്റ് ഓഫ് ഗോഡാണ്, ഉയർന്നു വരുന്ന ഒരു കൊച്ചു വിശുദ്ധൻ. 14 വയസ്സിൽ മരിച്ചുപോയ ഡാർവിൻ റാമോസ്. തൊട്ടടുത്ത് തന്നെ എൻ്റെ പള്ളിയുടെയൊക്കെ കുറച്ചൊക്കെ മാറിക്കഴിഞ്ഞാലുള്ള പസായി സിറ്റിയിൽ തെരുവിലിരുന്ന് ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. അപ്പനാണ് കൊണ്ട് അവനെ ഭിക്ഷാടനത്തിൽ ഇരുത്തി. അവൻ്റെ കാലൊക്കെ തളർന്നു പോയി. 6 വയസ്സ് ഓടി നടന്ന പയ്യനായിരുന്നു. അത് കഴിയുമ്പോൾ തളർന്നു പോയി കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ട് അപ്പനെ തെരുവിലിരുത്തി. അപ്പൻ ആ പൈസയ്ക്ക് വെള്ളമടിക്കാൻ പോകും. പിന്നീട് അവനെ ഒരു NGO-ക്കാർ കൂട്ടിക്കൊണ്ടുപോയി, കാത്തലിക് NGO കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവിടെ വെച്ചു. അവിടെ വന്ന് ഒരു 13 വയസ്സ് വരെയൊക്കെ അവിടെ ജീവിച്ചു. വീൽ ചെയറിലായിരുന്നു മുഴുവൻ നാൾ. പക്ഷേ എപ്പോഴും അവൻ ജോയ് ആയിരുന്നു. അവൻ്റെ ഹാഷ്ടാഗ് തന്നെ മാസ്റ്റർ ഓഫ് ജോയ് എന്നാണ് ഫേസ്ബുക്കിൽ കൊടുത്തേക്കുന്നത്. മാസ്റ്റർ ഓഫ് ജോയ് ഡാർവിൻ റാമോസ്. ഈ ഡാർവിൻ റാമോസ് എപ്പോഴും ആരെങ്കിലും കാണാൻ വന്നത് ഈ കൊച്ചു ഡാർവിൻ്റെ എല്ലാവരോടും പറയുന്നൊരു വാക്കുണ്ട്, സലാമത്ത് പോ, ലവ് യു പോ. ഈ പോ എന്ന് പറഞ്ഞാൽ അവസാനം ബഹുമാനത്തോട് പറയുന്നതാണ്. സലാമത്ത് എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ്. ഈ കൊച്ചു എല്ലാവരോടും പറയും, സലാമത്ത് പോ, ലവ് യു പോ.
പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാഞ്ഞിട്ടും എല്ലാം നഷ്ടപ്പെട്ടും കീഴ്പ്പറഞ്ഞ ബാല്യം ഉണ്ടായിട്ടും തളർന്നു പോയിട്ടും അവൻ എപ്പോഴും പറയുന്ന വാക്കിതേ ഉള്ളൂ: നന്ദി, സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ 2 വാക്കുകളൊക്കെ ഒന്ന് വീട്ടിൽ ഉറപ്പോടൊക്കെ ഒന്ന് പറയാമെങ്കിൽ നമുക്ക് വലിയൊരു പരാതിപ്പെടുന്ന സ്വഭാവത്തിൽ നിന്ന് ഒത്തിരി രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. നമുക്കൊന്ന് ചേർന്ന് ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കുടുംബമൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ കുടുംബത്തെ മുഴുവൻ നിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒത്തിരി പരാതി പറഞ്ഞു കുറ്റപ്പെടുത്തിയൊക്കെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷവും സ്നേഹവും ആ ഒരു പ്രകാശമൊക്കെ ഒത്തിരി കെടുത്തി കളഞ്ഞിട്ടുണ്ട്, പരസ്പരം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഈ നിമിഷം ഞങ്ങൾ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ, നന്ദി കൊണ്ട് നിറയ്ക്കണമേ, നന്ദിയുള്ള ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. പരസ്പരം വിട്ടുകൊടുക്കാനും പരസ്പരം സഹായിക്കാനും പരസ്പരം അംഗീകരിക്കാനും അങ്ങനെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. തമ്പുരാനെ, ഞങ്ങളുടെ വിവാഹ ജീവിതത്തിലൊക്കെ ഈ പരാതി മൂലം തകർച്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പരസ്പരം ഒത്തിരി മുറിവേൽപ്പിച്ചിട്ടൊക്കെ ഞങ്ങൾ മാപ്പ് പറയുന്നു. ഞങ്ങളുടെ ബന്ധത്തെ കുറച്ച് ഊഷ്മളമാക്കണമേ. സ്വർഗത്തിൻ്റെ ആ വലിയ തിരുരക്തത്താൽ നനച്ച് ഞങ്ങളുടെ മുറിവുകളൊക്കെ ഉണക്കണമേ. മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾ മക്കൾക്കൊക്കെ മുറിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ ആ ഒരു ഹീലിംഗ് കൊടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് ഓപ്പൺനെസ് തിരികെ തരണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബവും ഒരു സമാധാനവും ശാന്തിയുള്ളതാവട്ടെ. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം നന്ദി പറയാനും പരസ്പരം ക്ഷമിക്കാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾ കൂടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ മറക്കണ്ട, സലാമത്ത് പോ, ലവ് യു പോ.